നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം പാട്ടുപാടിയപ്പോൾ വാസ്തവമായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ട്, യേശുവേ അങ്ങെപ്പോലെ ആയിത്തീരണം. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എനിക്കും എൻ്റെ ഹൃദയത്തിലൊരു താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. കർത്താവ് നടന്നതുപോലെ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നതുപോലെ ഒന്ന് നടന്നായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിലെ താല്പര്യം അതാണ്. എന്നാൽ എന്താണ് ഇതിന് എതിരായിട്ട് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത്? ഈ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ പറ്റാത്ത രീതിയിൽ ആരാണ് എന്നോട് എതിർത്ത് നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോൾ അതും നമുക്ക് പറയേണ്ടി വരും, അതും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട് യേശു കർത്താവിൻ്റെ ആ രൂപത്തിൽ, യേശു കർത്താവിൻ്റെ ആ ഒരു ഇമേജിൽ, ആ ഒരു സ്വഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിപ്പാനും. എന്നാലേ അതിനെതിരെ നിൽക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വാഞ്ചയാണ് കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ട്. എന്നാലേ നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യം അതിന് നേരെ എതിരാണ്. ജഡത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, അല്ലെങ്കിൽ ജഡത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക, കേൾക്കുക, ശ്രദ്ധിക്കുക, ചെയ്യുക, ഇതൊക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരിക്കൽ പോലും ഈ ജഡത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ഇമേജിലോട്ട് നമുക്ക് വരുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ച പോലെ ഈ പാപത്തെ ജയിച്ച് ജീവിപ്പാനായിട്ട് നമുക്കെങ്ങനെയാണ് അത് സാധിക്കുക? അപ്പോൾ നമ്മൾ ഈ ജഡത്തെ മരിപ്പിച്ചുവെങ്കിൽ മാത്രമേ, ആത്മാവിനാൽ ജഡത്തെ മരിപ്പിച്ചുവെങ്കിൽ മാത്രമേ നമുക്കവിടെ ഒരു കർത്താവിൻ്റെ ഇമേജിലേക്ക്, ഒരു ജീവനിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാം നമ്മളുടെ ആയിരിക്കുന്ന അവസ്ഥ അറിയുകയും നാം നമ്മോട് തന്നെ ചോദിക്കുകയും ചെയ്യുക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജഡത്തിൽ, ഞാൻ ഈ ജഡത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ താല്പര്യമുണ്ട്. എന്നാൽ ഹൃദയത്തിലെ താല്പര്യത്തിന് വിപരീതമായിട്ട് എൻ്റെ ജഡം എന്താണ് എന്നോട് പറയുന്നത്? നാം അറിഞ്ഞുവെങ്കിൽ മാത്രമേ, അറിഞ്ഞൊരില്ല, അത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതം നമ്മളെ ഉത്ഘോഷിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ സൈബ്രദർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ, വലിയൊരു ആൾക്കൂട്ടത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു ആൾക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഇത് ഇത്രമാത്രം വലിയൊരു കോൺഗ്രിഗേഷനാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു 12,000-5,000 ജനങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര അനുഗ്രഹമായിരുന്നുവെന്ന് ഒരിടത്തും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാലേ ആത്മാവിൻ്റെ ഐക്യതയിൽ 2 പേര് കൂടുന്നിടത്ത് അവിടെ കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് കർത്താവ് തന്നെ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നാം ചെറിയ കൂട്ടമോ വലിയ കൂട്ടമോ അതല്ല കാര്യം. നാം ആത്മാവിൻ്റെ ഐക്യതയിൽ നമുക്ക് എത്രമാത്രം മുൻപോട്ട് നമ്മുടെ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും, അത്രമാത്രം നാം അനുഗ്രഹത്തിലേക്ക് കടക്കുവാനായിട്ടും ഇടയായിത്തീരും. നമുക്ക് ഒരു കുറിവാക്യമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-26. മാർക്ക് 11:25-26. ഇങ്ങനെയാണ് മലയാളത്തിൽ: നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ നാം ഒന്ന് ശ്രദ്ധിച്ച് നിർത്തി നാം വായിക്കുമ്പോൾ, എൻ്റെയും നമ്മളുടെയും പിഴകളെ പിതാവ് ക്ഷമിക്കണം. അതൊരു പ്രോസസ്, ഒരു സൈഡിൽ അങ്ങനെ നിൽക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പിഴവുകളെ അത് നമുക്ക് ക്ഷമ ലഭിക്കേണ്ടിയിരിക്കുന്നു, നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്? കർത്താവ് നമ്മളോട് ക്ഷമിച്ചു തരണം. എന്നാൽ അതിന് ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു, അതിൽ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് സ്വർഗസ്വനായ പിതാവിൻ്റെ ക്ഷമ, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് നിങ്ങളുടെ പിഴവുകളെ ക്ഷമിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു പടി, ആദ്യത്തെ ഒരു പടി, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഇത് തന്നെയാണ്. അത് നമ്മുടെ ജഡത്തിലാണ്. ആത്മാവിൽ പറഞ്ഞ പോലെ ആത്മാവിന് താല്പര്യമുണ്ട്, എൻ്റെ ആത്മാവിന് താല്പര്യമുണ്ട് കർത്താവിൻ്റെ ഇമേജിൽ നടപ്പാനായിട്ട്. എന്നാലേ എൻ്റെ ജഡം പറയും
അല്ലെന്നൊരു ഇല്ല, അത് അത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുവാനായിട്ട് പറ്റത്തില്ല എനിക്ക്. കാരണം എന്നോട് ആ മാതിരി പ്രവൃത്തിയല്ലേ ചെയ്തത്, ആ മാതിരി വാക്കുകളല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ് നാം പറയുന്നത്? കർത്താവേ, നീ എന്നോടിപ്പോൾ ഒന്നും ക്ഷമിച്ചു തരണ്ട, കാരണം ഞാൻ ക്ഷമിക്കാനും തയ്യാറല്ല. അപ്പോൾ അവിടെ ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നതും, അല്ലെങ്കിൽ അവിടെ നമ്മൾ അതിന് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നതും എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജഡം തന്നെയാണ്, നമ്മുടെ ചിന്തകളാണ്. എന്നാൽ ഇവിടെയും അതിൻ്റെ 26-ാം വചനത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അവിടെ അടിവരയിട്ട് പറയുകയാണ്, നിങ്ങളിനി എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും, ഏതെല്ലാം കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കുകയില്ല. നാം എത്രമാത്രം ഭയഭക്തിയോടുകൂടി നാം ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കും ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ അത് എത്രമാത്രം നമുക്ക് നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറ്റാത്ത എല്ലാ കാര്യങ്ങളും നാം ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്തുവെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നോട് ദോഷമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി, അത് ചിലപ്പോൾ അത് ഞാൻ ഓർത്തു എന്നിരിക്കും. എന്നാൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വ്യക്തിയോട് നാം ഒരിക്കൽ പോലും അതിൻ്റെ യാതൊരു ലാഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. അതെങ്ങനെ സാധിക്കും? മാനുഷികമായിട്ട് നോക്കുമ്പോൾ പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ആത്മാവിനാൽ എല്ലാം സാധ്യമാണ്. അവിടെയും ഈ ആത്മാവിൻ്റെ കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവ് നമ്മെ നടത്താത്തത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാതിരിപ്പാനും അല്ലെങ്കിൽ വീണ്ടും അത് എഗൻസ്റ്റായിട്ട് നിൽപ്പാനും ഒക്കെയും നമ്മുടെ ജഡം നമ്മളെ ഉണർത്തുമ്പോൾ നാം അതിനെ എടുത്തു ചാടുവാനായിട്ട് നമ്മൾ ഇടയായിത്തീരുന്നത്. ഇവിടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കും ഈ കർത്താവിൽ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങളുടെ പിഴകളെ നീ ക്ഷമിച്ചു തരണം, എൻ്റെ പിഴകളെ കർത്താവെ സുഖപിതാവെ നീ ക്ഷമിച്ചു തരണം. അതിനായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു പടിയുണ്ട്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അത് പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും തുടച്ച് കളയുവാനും നീക്കിക്കളയുവാനായിട്ട് കർത്താവെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരേ ആത്മാവിൻ്റെ ഐക്യതയിൽ നാം കൂടുമ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാനും അതിലൂടെ നമ്മൾ സ്വസ്ഥതയിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. സ്വർഗീയ പിതാവ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യണമെങ്കിൽ സ്വർഗീയ പിതാവ് അത് യേശു കർത്താവിലൂടെ അത് ചെയ്തു കഴിഞ്ഞു. എനിക്കും നമ്മുടെയൊക്കെയും ആ മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാലേ അതെൻ്റെ ജീവിതത്തിലേക്ക് അത് ജീവനായിട്ട് വരണമെന്ന് വരിയിൽ ഞാനിത് ഏറ്റെടുക്കുകയും ഞാൻ അതിൻപടി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്ക് അറിയാം, നാം അല്പമായിട്ട് സ്വല്പമായിട്ട് ഒരു വിഷം അല്ലെങ്കിൽ പോയിസന് നമ്മൾ കഴിക്കുകയാണ്. ഉടനെ ഒന്നും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമുക്കറിയില്ല. സ്വല്പമായിട്ട്, അതായത് നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഓരോ തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി പോയിസൺ മാത്രം എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കുറേ കാലങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. എന്നാലേ ഒരു വേള കഴിയുമ്പോൾ, ഒരു സെർട്ടൺ പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ജഡത്തിലേക്ക് കടന്നു വന്ന, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ പോയിസൺ എല്ലാം കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മെ അത് ഇല്ലാതെയാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെയാണ് ഈ പാപ സ്വഭാവവും ഈ പാപങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ ക്ഷമ കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നാം ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ഓരോ ദിവസവും ഈ പോയിസൺ അല്പമായിട്ട് നാം സേവിച്ചുകൊണ്ടേയിരിക്കുക. എന്നാലേ അൾട്ടിമേറ്റ്ലി കടന്നു പോകുമ്പോൾ ആ പോയിസൺ ഒരു ദിവസം നമ്മെ ഇല്ലാതെയാക്കും. നമ്മെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മുടെ ജഡം തന്നെ ഇല്ലാതെയാകും, ആത്മാവും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയിത്തീരും. അപ്പോൾ ഒരു സമയത്ത് തന്നെ 2 കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കും. ആത്മാവിനും രക്ഷയില്ല, നമ്മുടെ ജഡവും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അല്പമായിട്ട് നമ്മളിത് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ അത് ഏറ്റുപറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഒരിക്കൽ പോലും ഇത് ആഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരില്ല. ഈ പോയിസൺ ഒരു വേള നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വന്നിരിക്കാം. എന്നാലേ അതിനെ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നാം നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ഒരിക്കൽ പോലും അതിനെന്നെ ഇല്ലാതെയാക്കുവാനായിട്ട് കഴിയുകയില്ല, ഇടയാക്കുകയില്ല. നാം ഈ പ്രാർത്ഥനയോടനുബന്ധിച്ചാണല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിൻ്റെ കാര്യം, പിതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെയും കാണുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരു കഥ കേട്ടത്, ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു പയ്യന്, ഒരു കൊച്ചു ബാലൻ, അവനെല്ലാ ദിവസവും അവൻ്റെ ഭവനത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള മറ്റൊരു ഭവനത്തിലെ ആ മകൻ
നല്ലൊരു പുതിയൊരു ബൈസിക്കിൾ വാങ്ങിയിട്ട് അതിൽ കയറി പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു താല്പര്യം ഉണ്ടായി, ഇതുപോലെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ പാർക്കിലൊക്കെയും ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ. അവനും ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ പ്രാർത്ഥിപ്പാനൊക്കെയും പറയുകയും അത് പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്ന ഭവനത്തിലുള്ളത് തന്നെയാണ്. അവനും പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി, എനിക്കും ഇതുപോലെ ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ, ഒരു ബൈസിക്കിൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയം നൊന്തുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ എനിക്കൊരു ബൈസിക്കിൾ തരുമാറാകണം, എനിക്കൊരു ബൈസിക്കിൾ വേണം, എനിക്കൊരു സൈക്കിൾ അതുപോലെ തന്നെ ഒരു സൈക്കിൾ എനിക്ക് വേണം. അവൻ കുറേ മാസങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസവുമില്ല. പിന്നെയും അവൻ നോക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ, അയൽപക്കത്തുള്ള നെയ്ബേഴ്സ്, ആ നെയ്ബറിലെ ആ പ്രിയ അവൻ്റെ കൂട്ടുകാരന് ആ സൈക്കിളിൽ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. വീണ്ടും അവന് ഹൃദയത്തിലെ ഭാരമായി, വീണ്ടും അവൻ പ്രാർത്ഥിപ്പാനായിട്ട് തുനിഞ്ഞു. എന്നാലേ അവിടെ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അവനൊരു ദിവസം എന്ത് ചെയ്തു? അവനൊരു ദിവസം ആരും അറിയാതെ ആ സുഹൃത്തിൻ്റെ സൈക്കിള് അവിടെ എടുത്തതിന് ശേഷം അതൊക്കെയും അതിൽ കറങ്ങി നടക്കുവാനായിട്ട് തുടങ്ങി. 1-2 ദിവസമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അവൻ ആ സൈക്കിൾ വളരെയധികം ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭവനത്തിൽ സൈക്കിൾ കൊണ്ടുവച്ചു. അതിനുശേഷം അവൻ്റെ പ്രാർത്ഥനയുടെ ട്യൂണ് മാറി. അവൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഈ സൈക്കിൾ എടുത്തു, എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ ഈ അറിവുള്ള ഈ കൊച്ചു ബാലൻ അവൻ അറിവില്ലാതെ, എന്നാൽ ഈ അറിയാവുന്ന നാമും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? ഒരു വേള ചെയ്യരുതാത്ത കാര്യമാണെന്ന് അറിയുമ്പോൾ തന്നെ അത് ചെയ്യുകയും പിന്നെ ചെയ്തതിന് ശേഷം ഒരു മാനസാന്തരമില്ലാതെ, കർത്താവേ ഞാൻ ഈ ചെയ്തത് നീ അങ്ങ് മറന്നേരെ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാലേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിലേക്കല്ല. എന്നാലേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവിടെ കർത്താവും അവിടെ ഒരു നിരപ്പ് പ്രാപിക്കുകയാണ്. അവിടെ പിന്നീട് കർത്താവ് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും ഓർക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കർത്താവ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ അത് ഓർപ്പിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച കാര്യങ്ങൾ അത് പറയാം, സാത്താനെ നീ എന്തെല്ലാം പറഞ്ഞാലും കർത്താവിനോട് ഞാൻ ഏറ്റുപറയുകയും കർത്താവിനോട് ക്ഷമിച്ചു തന്നെയും ചെയ്യുന്നത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ സാത്താൻ ഒരിക്കൽ പോലും നമ്മളെ വശത്താക്കുവാനും നമ്മളെ താഴേക്ക് കൊണ്ടുപോകാനും ഇടയായി തീരുകയില്ല. അങ്ങനെ എന്നാലേ ഇത് പറയുമ്പോൾ തന്നെ, ഈ പാപത്തെക്കുറിച്ച് നാം പറയുമ്പോൾ തന്നെ ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പാപമാണ്. എന്നാലേ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മോട് പറയും നീ അത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളും അതും പാപം തന്നെയാണ്. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നാം ഏറ്റെടുത്ത ദൈവനാമ മഹത്വനായിട്ട് അത് ചെയ്യുന്നില്ല എങ്കിലും നാം ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോഴും ഇത് രണ്ടും ഒരുപോലെ ദൈവം പാപത്തിൻ്റെ ആ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ്. പാപമെന്ന് കർത്താവ് പറയുന്നു, അത് രണ്ടും ദൈവത്തിൻ്റെ മുമ്പാകെ അത് പാപം തന്നെയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾ ചെയ്യരുതാത്ത ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവം കാണുമ്പോൾ രണ്ടും പാപത്തിൻ്റെ തുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാലേ നമുക്ക് സ്വയം ചെയ്യുവാൻ സാധിക്കാത്ത കാര്യം ദൈവത്താൽ സാധ്യമാകും. നമുക്ക് സ്വയമായിട്ട് ചെയ്യുവാനായിട്ട് പലപ്പോഴും സാധിക്കാത്ത പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം നമുക്കത് സാധ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഗലേഷ്യൻസ് 5-ാം അധ്യായത്തിൻ്റെ ഗലേഷ്യൻസ് 5:5 അതിൻ്റെ 16 ഓൺവേഴ്സ് 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് വ്യക്തമായിട്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. വീണ്ടും താഴേക്ക് വരുമ്പോൾ എന്താണ് ഈ ജഡത്തിൻ്റെ മോഹം? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, പിന്നെ താഴേക്ക് വളരെ വലിയൊരു ലിസ്റ്റാണ് പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇവിടെയൊക്കെയും ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, പിന്നെ വലിയൊരു ലിസ്റ്റ് താഴേക്ക് പറഞ്ഞു, ഇതാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത എല്ലാ സമയത്തും നാം ആരെയാണ് അനുസരിച്ച് നടക്കുന്നത്? നാം ജഡത്തെ തന്നെയാണ് അനുസരിച്ച് നടക്കുന്നത്. അപ്പോൾ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാതെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും
അതിൽ ഒരു പാപത്തിൻ്റെ ലാഞ്ചന ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജഡത്തിനെ ആശ്രയിച്ചുകൊണ്ട്. കാരണം ജഡത്തിൻ്റെ മോഹങ്ങൾ ഇതാണ്. അപ്പോൾ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ, ആത്മാവിൻ്റെ ആ ഒരു കോളിംഗ് കേൾക്കാതെ, ആത്മാവിനാൽ നമ്മളെ നയിക്കപ്പെടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഒരു പാപത്തിൻ്റെ ലാഞ്ചന അതിലുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട്. മാർക്കോസിൻ്റെ മാർക്ക് 7 ഏഴാം അധ്യായത്തിൽ അതിൻ്റെ ഈ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ ആ 20-ാമത്തെ വചനത്തിൽ പറയുന്നത്, മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാം പ്രവൃത്തി നാം ചെയ്താലും അത് നമ്മെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇടയായിത്തീരും. അപ്പോൾ എത്രമാത്രം നാം ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും അവിശുദ്ധിയിൽ ജീവിപ്പാനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുകയും ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിനാൽ നാം ജീവിക്കുന്നില്ല എങ്കിൽ നാമും ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എവിടെയൊക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തികളായിരിക്കുന്നു അവിടെയൊക്കെയും പാപത്തിൻ്റെ ലാഞ്ചന ഉണ്ടാകുവാനായിട്ടും ഇടയായിത്തീരും. വളരെ വ്യക്തതയോടെ കർത്താവ് പറയുമ്പോൾ നാം റോമർക്ക് ലേഖനം 6:23 നാം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം വേറെ ഒന്നുമല്ല, അത് മരണം തന്നെയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെയാണെന്ന് റോമർ 8:23 പറയുമ്പോൾ നാം എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? നാമും ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അനുസരിക്കുമ്പോൾ നാം മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല, ആരാണെന്ന് വ്യത്യാസവുമില്ല. ഏത് വ്യക്തിയായാലും നാം ജഡത്തെ അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ നാം പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതം മരണത്തിലേക്ക്, ആത്മീയ മരണത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ടുപോവുകയാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, നാം ഒരു പാപം ചെയ്യുന്നു. നാം മാസത്തിൽ ഒരിക്കലും ഒരു പാപമേ ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. ഒരു പാപം മാത്രം. വേറെ 30 ദിവസത്തിൽ ഞാൻ ഒരു ദിവസത്തിൽ ഒരു പാപം, ഒരു മാസത്തിൽ ഒരു പാപമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പാപം ചെയ്യുമ്പോൾ എൻ്റെ ചുമലിൽ 1 കിലോയുടെ വെയിറ്റ് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അന്ന് സങ്കല്പിക്കുക, 1 കിലോ മാത്രം. 1 കിലോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലേ അങ്ങനെ ഒരു വർഷമാകുമ്പോഴോ ഞാൻ ഒരു പാപമേ ചെയ്യുന്നുള്ളൂ, ബാക്കി 29 ദിവസവും ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു പാപം ചെയ്ത് ഒരു വർഷം തികയുമ്പോൾ എൻ്റെ ചുമലിൽ 12 കിലോ വെയിറ്റായി. ഓരോ മാസം ഓരോ കിലോ മാത്രം. ഒരു വർഷത്തിൽ ഞാൻ 12 കിലോ വെയിറ്റ് ചുമ്മുമ്പോൾ അതൊരു 2 വർഷമാകുമ്പോഴോ അത് 24 കിലോ വെയിറ്റായി. 3 വർഷമാകുമ്പോഴോ 36 ആയി. അങ്ങനെ ഒരു 10 വർഷം കൂടുമ്പോഴോ 120 കിലോ ആയി അല്ലേ? അപ്പോൾ ഇത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാൻ 1 കിലോ എനിക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം, 5 കിലോ കൊണ്ട് നടക്കാം, 10 കിലോ കൊണ്ട് നടക്കാം. എന്നാൽ അതിലുപരിയായിട്ട് എൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ എൻ്റെ ചുമലിൽ ഭാരമായി കഴിയുമ്പോഴോ 10 വർഷം 20 വർഷം ഒന്ന് കൂട്ടി നോക്കിക്കേ, എത്ര ഭയാനകമായ. ഒരു 50 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 600 കിലോ വെയിറ്റ് അവൻ്റെ തോളിൽ വരും. അവൻ മാസത്തിൽ ഒരു പാപം മാത്രം 1 കിലോയുടെ പാപമേ ചെയ്യുന്നുള്ളൂ എന്ന് ഒന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ സൗരങ്ങളെ നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നാം ചെയ്യുന്ന ഓരോ ദിവസത്തെയും, ഇത് ഒരു മാസത്തിലെ ഒരു പാപം പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും ഓരോ കിലോ വെയിറ്റാണ് കർത്താവ് അനുവദിച്ചിരിക്കുന്നതെങ്കിൽ നാം നമ്മുടെ അന്ത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പാപത്തിൻ്റെ ഭാരം കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നടപ്പാൻ പറ്റാതെ നാം ഒരു വീണ് പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാലേ ഏറ്റുപറഞ്ഞ് അപ്പോൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപത്തെ കർത്താവ് ഒരിക്കൽ പോലും കണക്കിടുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും നാം അവിടുന്ന് മോചനം പ്രാപിക്കുകയാണ്, പൂർണ്ണമായിട്ട് മോചനം പ്രാപിക്കുകയാണ്. അവിടെ ഒരു 10 കിലോ മാത്രം നിന്റെ തോളിൽ വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്തോളാം എന്നല്ല പറയുന്നത്. എൻ്റെയും നമ്മുടെ ജീവിതത്തിലെ ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും ഒരു വിടുതൽ തന്നതിന് ശേഷം കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയാണ്. നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു വചനം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ നാം ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മെ അവിടെ കാണിക്കുന്നത്.
അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. നാം നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ മരണത്തിലേക്ക് കടന്നു പോയിട്ടുള്ളവരായിരുന്നു. അത് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മെ പൂർണ്ണമായിട്ട് വിടുതൽ തരുവാൻ തന്നെയാണ്. പൂർണ്ണമായിട്ട് അതിൽ കുറച്ച് ഒരു 50% ഞാൻ എടുത്തോളാം എന്നല്ല പറഞ്ഞത്. നമ്മോട് പറയുന്നു, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾക്കൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. പൂർണ്ണമായിട്ട് എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ നിന്നും നമ്മുടെ പാപചിന്തകൾ, പാപപ്രവൃത്തികൾ, എല്ലാ ദോഷങ്ങളും പൂർണ്ണമായിട്ട് അവൻ ഏറ്റെടുപ്പാൻ തക്കവണ്ണം ഇവിടെ പറയുന്നു. ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തോളാമെന്നല്ല, നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുന്നത് അവിടുന്ന്. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു സങ്കീർത്തനം, അതിൻ്റെ 32-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യങ്ങളുണ്ട്. സാംസ് 32 32-ാം സങ്കീർത്തനത്തിലെ അതിൻ്റെ 1-ാം അധ്യായം തന്നെ 1-ാം വചനം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിലെ ഈ ജഡത്തിൽ നിന്നും അത് കഴുകിക്കളയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ആത്മാവിൽ കപടമില്ലാതെ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം വചനത്തിൽ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അവിടെയൊക്കെയും നിർത്തി വായിപ്പാൻ തൊക്കണം. അവിടെയും പറയാണ്, അവിടെയൊക്കെ അവിടെ നിൽക്കുക, വായിച്ചതിന് ശേഷം ഒന്ന് നിൽക്കുക. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എൻ്റെ 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ആ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതിലെന്നേക്കുമായി ഇല്ലാതെയായി തീരേണ്ടവരെ കർത്താവ് പറയുകയാണ്, പെരുവെള്ളം കവിഞ്ഞു വരും, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കവിഞ്ഞു വരും, എന്നാൽ അത് നിൻ്റെ അടുക്കലോളം എത്തുകയില്ല. എന്തുകൊണ്ടാണ്? അതിന് മുമ്പ് തന്നെ, ഈ പെരുവെള്ളം കവിഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ അവൻ ആരോടാണ് ഇത് ഏറ്റു പറയേണ്ടത് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞു. കർത്താവ് നിരപ്പ് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ 7-ാം വചനത്തിലേക്ക് വരുമ്പോൾ, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. 8-ാം വചനം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകിയില്ല. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ, നീതിമാന്മാരെ 11-ാം വചനത്തിൽ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുകയും ഹൃദയപരമാർത്ഥികളെല്ലാവരുമേ ഘോഷിച്ചുല്ലസിക്കുകയും. ഇവിടെയും പറയാണ്, ഒരു പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു പാപിയായിട്ടൊരു മനുഷ്യന് അവസാനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം വചനത്തിൽ പറയുമ്പോൾ, ഹൃദയപരമാർത്ഥികളെല്ലാവരുമേ ഘോഷിച്ചുല്ലസിപ്പീൻ. നമുക്ക് സന്തോഷിപ്പാനും അല്ലെങ്കിൽ ഘോഷിച്ചുല്ലസിപ്പാനുമായിട്ട് കർത്താവ് തരുന്ന അവസരങ്ങളാണ് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച പാപങ്ങളൊക്കെയും ക്ഷമിച്ചു വന്ന് പൂർണ്ണ വിശ്വാസത്തോടെ നാം കടന്നു പോകുമ്പോൾ, വീണ്ടും ആ പാപങ്ങൾ നമ്മളെ ഭരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉല്ലസിപ്പാനായിട്ടുള്ള സമയങ്ങൾ തന്നെയാണ്. നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ നിന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും മുൻപോട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് ഈ വചനങ്ങളിൽ നിന്നൊക്കെയും കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു കർത്താവ് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിന്മേൽ അവൻ കയറിയെന്ന് നാം പൂർണ്ണ വിശ്വസിക്കുന്നു. അത് നാം ഏറ്റെടുക്കുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്നുവെന്ന്, അല്ലെങ്കിൽ മോചനം ലഭിച്ചുവെന്ന് നാം അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിതാവ് ഈ ഭൂമിയിൽ അന്ന് നമുക്കൊക്കെയും എതിരായിരുന്ന ആ കയ്യെഴുത്ത് മാറ്റുവാൻ തക്കവണ്ണം അത് റിക്കൺസൈൽ ചെയ്യുവാനായിട്ട് പിതാവിന് താല്പര്യം തോന്നി പുത്രൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ. പുത്രൻ നമുക്ക് വേണ്ടി ആ പാപം ഏറ്റെടുത്തപ്പോൾ, എന്നാൽ
വീണ്ടും പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തിയിൽ നമ്മെ നിലനിർത്താൻ വേണ്ടി അവനെപ്പോഴും നമുക്ക് ഓർപ്പിച്ചു തരും. നീ ഇന്ന് വെറും ഒരു നമുക്ക് പറയാം, മാതാപിതാക്കളൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയും നമുക്ക് പറയാം, അല്ലെങ്കിൽ അവർക്ക് മാതാവില്ല, പിതാവില്ല, അവന് ശ്രദ്ധിപ്പാൻ ആരുമില്ല, അനാഥനാണെന്നൊക്കെയും. എന്നാൽ നമ്മോട് പറയുന്നുണ്ട്, ഒരു കാലത്ത് നീയും ഈ അനാഥത്വത്തിൽ നടന്നു പോയവനാണ്, എന്നാൽ ഇന്ന് നീ അനാഥനല്ല, ഇന്ന് നിനക്കൊരു പിതാവുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവികളോട് പറയുന്നത്, നമ്മുടെ ഹൃദയത്തോട് പറയുന്ന ഒരു കാര്യം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അനാഥനാണെന്നൊരിൽ ആരുമില്ലാത്ത നമുക്കിങ്ങനെ നടക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഞാനും നീയും അനാഥരല്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മോട് അപ്പോഴും പറയുന്നുണ്ട്, നിന്റെ പിതാവ് നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ നിനക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നത്. നിനക്കത് ഓർമ്മയില്ലേ? നീ വീണ്ടും നിന്റെ ജഡത്തിൽ ആശ്രയിപ്പാനാണോ പോകുന്നത്? അങ്ങനെ നമ്മെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അത് നമ്മെ ഓർപ്പിക്കും. ഇന്നും ഓരോ ദിവസവും നാം ആദ്യം ചിന്തിച്ചതുപോലെ ഓരോ ദിവസവും പോയിസൺ കഴിച്ച ശേഷം ഒരു വേള ഈ ഭൂമിയിൽ നാം ഇല്ലാതെയായി തീരേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പോയിസൺ കടന്നു വരുമ്പോൾ തന്നെ അതിനെ ഇല്ലാതെയാക്കുവാൻ തക്കണം, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ജഡത്തിൽ നിന്നും ഇല്ലാതെ അതിനെ ഒഴിച്ചു കളയുവാൻ തക്കണം ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. നമുക്കറിയാം, ഈ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നുണ്ട് ജോസഫിനെ കുറിച്ച്. ജോസഫ് ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭവനത്തിൽ നിന്നും അവന് പോകേണ്ടതായിട്ട് വന്നു. തൻ്റെ സഹോദരങ്ങളാൽ അനേകം പ്രയാസങ്ങളും ഭാരങ്ങളിലൊക്കെയും കടന്നു പോകേണ്ട ഇടയായി തീർന്നു. അവിടെയൊക്കെയും അവനെ നടത്തിയത് എന്താണ്? നമുക്ക് ജെനസിസിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആ ഒന്ന് രണ്ട് വചനം കൂടെ നോക്കാം. ജെനസിസ് 45. വരുമ്പോൾ ഇന്ന് ജോസഫ് ഒരു ബാലനല്ല. അവന് അനേക വഴികളിലൂടെ കടന്നുപോയി. അവൻ്റെ ജീവിതത്തിൽ അനേക പന്താവിലൂടെ ദൈവം അവനെ കടത്തിക്കൊണ്ടുപോയി. ഇന്ന് അവന് ആ രാജ്യത്തെ പ്രധാനിയാണ്. രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. 45 അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ ദൈവം വീണ്ടും അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നാം കാണുന്നു. എൻ്റെ 45 അധ്യായത്തിൽ ആദ്യത്തെ വചനം, അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ, എല്ലാവർക്കും ഈ പശ്ചാത്തലം അറിയാമല്ലോ. അതായത് വീണ്ടും ജോസഫ് ആ രാജ്യത്തെ മിസ്രൈമിലെ രണ്ടാമനായി. എന്നാൽ തൻ്റെ സഹോദരങ്ങളും പിതാവും ഒക്കെയും ഭക്ഷണം ലഭിക്കാതെ, മരുഭൂമിയിൽ ഭക്ഷണം ലഭിക്കാതെ, എവിടുന്നെങ്കിലും ഭക്ഷണം ലഭിക്കുമല്ലോ എന്ന് കണ്ടിട്ട്, ആരാണെന്ന് അറിയാതെ ഇവിടെ മിസ്രൈമിൽ ഭക്ഷണം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ സഹോദരങ്ങളെല്ലാം കൂടെ മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ വന്നുപെടുന്നത് അവർക്കറിയില്ല. തന്നെ ഒരിക്കൽ നിന്നിച്ച് പുറത്താക്കി കൊന്നു കളയുവാനായിട്ട് കൊണ്ടുപോയ തൻ്റെ സഹോദരനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവർക്കറിയില്ല. എന്നാൽ ജോസഫിന് അവരെ കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ജോസഫിന് മനസ്സിലായി ഇതാരാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞ് മിസ്രൈമ്യരും ഫറവോൻ്റെ ഗ്രഹവും അത് കേട്ടു. 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ ചെയ്ത പ്രവൃത്തി അങ്ങനെയായിരുന്നു. അവനെ കൊന്നുകളയാൻ, അവനെ ഇല്ലാതെയാക്കുവാനായിട്ടാണ് ഇവൻ്റെ സഹോദരന്മാർ എല്ലാവരും ചെയ്തത്. അപ്പോൾ ഇന്ന് ആ രാജ്യത്തെ ഈ പ്രധാനിയായൊരു വ്യക്തിയാണ് ഈ മുമ്പിൽ നിൽക്കുന്ന അവരുടെ സഹോദരനെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സന്തോഷത്തിലുപരി അവർക്ക് ഭ്രമമാണ് ഉണ്ടായത്. അവർ ഭ്രമിച്ചു പോയി. കാരണം അവർ ചെയ്ത പ്രവൃത്തി അവർ ഓർത്തു. പെട്ടെന്ന് അവർ ചെയ്ത പ്രവൃത്തി അവർ ഓർത്തു. ഇവനെ ഇങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ കടത്തിക്കൊണ്ട് പോയത്, ഞങ്ങളാണല്ലോ അതിൻ്റെ കാരണക്കാരെന്ന് അവർ ഭ്രമിച്ചു പോയി. അവനോട് ഉത്തരവൊന്നും പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 4-ാം വചനത്തിലേക്ക് വരുമ്പോൾ യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവിനെന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇതാ ഒരു വ്യക്തി തൻ്റെ സഹോദരന്മാരോട് ക്ഷമിപ്പാനായിട്ട് നമ്മുടെ ജഡത്തിലാണെന്നൊരിൽ അത് സാധിക്കില്ല. എങ്ങനെ ഉപദ്രവിക്കാമോ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചതിന് പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അവനെ എങ്ങനെ
ടോർച്ചർ ചെയ്യാമോ? അങ്ങനെ ആ സഹോദരന്മാരെ മുഴുവൻ ടോർച്ചർ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പറയുകയാണ്, എന്നെ വിറ്റ് കളഞ്ഞതുകൊണ്ട്, എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഇന്ന് വ്യസനിക്കേണ്ട. കാരണം ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഒരു ദൈവപുരുഷന് അങ്ങനെ പറയണമെന്ന് വരിയിൽ അവൻ്റെ ഹൃദയത്തിലെ അവൻ്റെ ആ ദൈവത്തോടുള്ള അവൻ്റെ ആ സ്വാധീനം, ദൈവം അവനിൽ എത്രമാത്രം സ്വാധീനം എടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ 50-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജെനസിസ് 50, അതിൻ്റെ വീണ്ടും ജോസഫ് അവരോട് പറയാണ്, അതിൻ്റെ 50-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. മാനുഷികമായിട്ട് അവർ ദോഷം തന്നെയാണ് ചെയ്തത്. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അവരോട് 21-ാം വചനത്തിൽ അവരെ കൺസോൾ ചെയ്യുകയാണ്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. പ്രതികാരം ചെയ്യേണ്ട ഒരു സ്ഥലത്ത്, ഒരു സാഹചര്യത്തിൽ തൻ്റെ സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവമാണ് എന്നെ ഈ നിലയിൽ ഇവിടെ കൊണ്ട് നിന്നാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ രക്ഷിക്കും. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. കാരണം അവർക്ക് അല്പം പോലും ധൈര്യഹീനരായി, ധൈര്യമില്ലാത്തവരായി യോസഫിന് മുമ്പിൽ നിൽക്കുകയാണ് കൾപ്രിൻ്റായിട്ട്. അവർക്കറിയാം അവർ ചെയ്തെന്താണ്. എന്നാൽ അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു സഹോദരനെ നമുക്ക് ജോസഫിലെ കൂടെ കാണുവാനായിട്ട് സാധിക്കും. എത്ര അനുഗ്രഹപ്രദമായിട്ടുള്ള. കാരണം അവിടെ എന്താണ് ജോസഫ്, എന്താണ് അവൻ്റെ ഹൃദയത്തിൽ എന്താണ് ജോസഫ് അനുഭവിച്ചത്? അവൻ ഈ കയ്പ് ആദ്യം മുതലേ അവൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ ആ കയ്പ് കൂടി നാം പോയിസൻ്റെ കാര്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഈ കയ്പ് കൂടി വന്ന് ഈ സഹോദരന്മാരെ കാണുമ്പോൾ അവൻ പൊട്ടിത്തെറിക്കുകയും അവരെ എല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്യും. അതോടെ അവനും അസ്വസ്ഥനായിത്തീരും. കാരണം എന്തുവാ? അവൻ കുലപാതകയായി തീരുകയാണ്. അവൻ്റെ സഹോദരന്മാരെയെല്ലാം കൊന്നുകളയാൻ അവർ യോഗ്യരാണ്. അവർ ചെയ്ത പ്രവൃത്തി അതാണ്. എന്നാലേ ജോസഫ് ഡെയിലി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ പോയിസന് അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവന് വളരെ ഈസിയോടെ, വളരെയധികം ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ദൈവത്താൽ അത് ക്ഷമിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയും കടന്നു വരും. എന്നാൽ നമ്മളത് സൂക്ഷിച്ചു വെക്കാതെ അപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സഹോദരനോട് നിരപ്പ് പ്രാപിക്കുന്നില്ല എങ്കിൽ ഒരു വേള ജോസഫിൻ്റെ സ്ഥാനത്ത് നമ്മെ ആരെയെങ്കിലും നിർത്തിയിരിക്കുന്നെങ്കിൽ നാം പ്രതികാരം എടുക്കുന്നവരായി തീരുവാൻ ഇടയായിത്തീരും. ഇവിടെയും കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, പ്രതികാരം എനിക്കുള്ളത്, പ്രതികാരം ഞാൻ ചെയ്യും. നിങ്ങൾ പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പിന്നെ പ്രതികാരം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നില്ല. അവിടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, നാം സ്വസ്ഥത അനുഭവിക്കുക. എത്ര വ്യക്തതയോടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു. അതുപോലെ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാപം അവർക്ക് നിർത്തരുതേ. അവൻ മരിക്കുകയാണ്, കല്ലുകർ കൊണ്ട് അവൻ മരിക്കുമ്പോൾ പറയാണ്, കർത്താവേ ഈ പാപം അവർക്ക് നിർത്തരുതേ. എത്ര സത്യസന്ധതയോടെ. കാരണം നാം ലക്ഷറിയിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിപ്പാനൊക്കെയും പറ്റും, ഈ പാപം അവർക്ക് നിർത്തരുതേ, ഈ പാപം അവരോട് ക്ഷമിച്ചു കൊടുക്കണമേ എന്നൊക്കെ. എന്നാലേ നാം അതിലൂടെ കടന്നു പോകുമ്പോൾ നാം അതിൻ്റെ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തിക്ക് നാം അനുഭവിക്കുന്ന അതിലൂടെയാണെങ്കിൽ നാം കടന്നു പോകുന്നുവെങ്കിൽ നമുക്കും അങ്ങനെ പറയുവാനായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കും. ആ സമയത്ത് എതിരായിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ എതിരായിട്ട് നിൽക്കുമ്പോൾ, സാഹചര്യം എതിരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർ കർത്താവ് ഈ പാപം ചെയ്യുന്ന പ്രവൃത്തി ഇന്ന് അവരോട് ക്ഷമിക്കണമെന്ന് പറയുവാനായിട്ട് സാധിക്കും. യേശു കർത്താവും നമ്മെ കടത്തിക്കൊണ്ട് പോയതും ഈ വഴിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലൂക്കോസ് Luke 23 യേശു കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് കൊണ്ടുപോയാണ്. അവനെ അതിൻ്റെ 23-ാം അധ്യായം ലൂക്കോസ് 23 വേഴ്സസ് 33
33-ാമത്തെ വചനം, തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടു നിന്നു. കർത്താവും നമുക്ക് വെച്ചിരിക്കുന്ന വഴി ഇത് തന്നെയാണ്. യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇവിടെയൊക്കെയും ഇത് നമ്മുടെ ഒരു നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ നാം തെറ്റിപ്പോകാതെ, നാം ഈ വചനത്തിൽ നിന്നും ഒളിച്ചോടി പോകാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി അല്ല പറയുന്നത്, എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ മറ്റുള്ളവരോട് പ്രതികാരം എടുക്കാൻ പോകാതിരിക്കുക. എത്ര വ്യക്തതയോടെ പറയുകയാണ്, എത്ര സത്യസന്ധതയോടെ കർത്താവ് ഇതെൻ്റെ ജീവിതത്തിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് നോക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പാനായിട്ട്, ആത്മാവിനനുസരിച്ച് എങ്കിൽ മാത്രമേ ഈ ഒരു പ്രവൃത്തിയിലേക്ക്, ഈ ഒരു വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം രോഗികളെ സൗഖ്യമാക്കി, അനേകം പേര് വന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ ഒരു വേള 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. 10 കുഷ്ഠരോഗികളും കടന്നു വന്നു, 10 പേരെയും അവൻ സൗഖ്യമാക്കി പറഞ്ഞയച്ചു. എന്നാൽ അത് ഒരു വ്യക്തി മാത്രം വീണ്ടും കടന്നു പോയതിന് ശേഷം, മടങ്ങി വന്നതിന് ശേഷം, കർത്താവേ, നീ ചെയ്ത പ്രവൃത്തിക്ക് നന്ദിയുണ്ടെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് ചോദിച്ചു, 10 പേരല്ലേ നിങ്ങൾ ഒരുമിച്ച് വന്നത്? അതിൽ ബാക്കി 9 പേര് എവിടെ പോയി? 9 പേരെക്കുറിച്ചും അവിടെ പറയുന്നില്ല. എന്നാൽ ജാതീയനായിരുന്ന ഒരു വ്യക്തി, അവൻ വന്ന്, കർത്താവെ, നീ ചെയ്ത പ്രവൃത്തിക്ക് നന്ദി എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഈ പ്രവൃത്തി, കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ പാപത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ കർത്താവിന് നാം നന്ദി പറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടും നമുക്ക് ഈ രാത്രികാലം താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കർത്താവ് അത് നോക്കിക്കാണുകയും അതിന് മൂല്യം കൽപ്പിക്കുകയും ചെയ്യും. നാം പുറമേ അല്ല ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് ഒരു താല്പര്യം ഉണ്ടായിട്ട്, കർത്താവെ, നീ എനിക്ക് ചെയ്ത എല്ലാ പ്രവർത്തികൾക്കായിട്ട് നന്ദി എന്ന് പറയുമ്പോൾ കർത്താവ് അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഹൃദയത്തിൽ അത് സന്തോഷമുളവാക്കുന്നത് തന്നെയാണ്. ഇന്ന് നാം വിശ്വസിച്ചു, നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വചനമൊക്കെ കേട്ട് മടങ്ങിപ്പോകുമ്പോൾ, കർത്താവെ, ഈ 10 കുഷ്ഠരോഗികളിൽ 9 പേര് കടന്നു പോയതുപോലെ നന്ദിയില്ലാത്തവരായിട്ട് കടന്നു പോകാനായിട്ടല്ല കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വന്നു. കർത്താവെ, ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവെ, നിന്നിൽ ആശ്രയിപ്പാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ കൈ നിനക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളയാം. 2 കൈയുമായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് നീ ഒരു കൈയായിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോകുക. നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയുക. 2 കണ്ണുള്ളവനായിട്ട് അഗ്നി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായിട്ട് നീ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് നിനക്ക് നല്ലത്. നിൻ്റെ കാല് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ ആ കാലിനെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങളെയൊക്കെ മുറിച്ച് കളഞ്ഞേച്ച് കണ്ണില്ലാത്തവനും കാലില്ലാത്തവനും മുട്ടില്ലാത്തവനുമായിട്ട് നടക്കാനല്ല കർത്താവ് പറയുന്നത്. നീ 2 കണ്ണുള്ളവനായിട്ട് നടപ്പാനും, നീ 2 കാലുള്ളവനായിട്ട് നടപ്പാനും, നീ 2 കൈയുള്ളവനായിട്ട് നടപ്പാൻ തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെയും നമ്മുടെ ഹൃദയത്തിലെ ആ താല്പര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ, ഈ പാപത്തോട് പോരാടുന്നതിൽ നമുക്ക് പണത്യാഗത്തോളം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ കയ്യിനെയും കണ്ണിനെയും ഒക്കെയും ഇല്ലാതെയാക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. കർത്താവേ, നിൻ്റെ വചനങ്ങളൊക്കെയും ഞങ്ങൾ ഒത്തിരി കേട്ടു. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ജീവനായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നില്ല എങ്കിൽ, അത് ആപ്ലിക്കബിൾ ആകുന്നില്ല എന്നൊരു കർത്താവേ, ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുമ്പോൾ ഒരേ ആത്മാവിൽ കർത്താവെ ഞങ്ങൾ അന്യോന്യം സ്നേഹിപ്പാനും, ഒരേ ആത്മാവിൽ നിൻ്റെ വചനത്തെ ശ്രവിപ്പാനും അത് ഏറ്റെടുപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ.